أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പൊ ഇന്ന് സൂറത്തുൽ ഗാശിയ ആണ് എടുക്കാൻ പോകുന്നത്. സൂറത്തുൽ ഗാശിയ നമ്മൾ നേരത്തെ സൂറത്തുൽ അയല പഠിച്ചു. ആ സൂറത്തുൽ അയലയിൽ നമ്മൾ പിന്നെ മുഅ്മിന്, കാഫിർ, ജന്നത്ത്, നാറ് ഒക്കെ ഒരു മൊത്തത്തില് അതിനെ പറ്റിയൊക്കെ പഠിച്ചു. ഇനി അതിന്റെ ഒരു വിശദീകരണം ഇവിടെ ഈ സൂറത്തിൽ വരുന്നുണ്ട്, സൂറത്തുൽ ഗാശിയയില്. അപ്പൊ നമുക്ക് തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ പിന്നെ പരസ്പരം ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ. തുടങ്ങാം. അപ്പൊ സൂറത്തുൽ ഗാശിയ ഹിയ മക്കിയ, മക്കയിലാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. മക്കയിൽ അവതരിച്ചു എന്ന് പറഞ്ഞാല് പിന്നെ ഹിജറയ്ക്ക് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്താണ്. ആയത്തുഹ സിത്തും വഇസ്റൂൻ, ഇതിന്റെ ആയത്ത് 26 ആയത്തുകളാണ്. തർത്തീബുഹ ഫിൽ മുസഹഫി സമാനുൻ 88 ആണ്. 88ാമത്തെ സൂറത്താണ്. നസലത്ത് ബഅദ സൂറത്തി ദാരിയാത്ത്. അദ്ദാരിയാത്ത് എന്ന് പറയുന്ന സൂറത്തിന് ശേഷമാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. മുനാസബത്തുഹാ ലിമാ ഖബ്ലഹ, ഇതിന്റെ മുനാസബത്ത് നേരത്തെ പറഞ്ഞ സൂറത്തുൽ അയല ഓടാണ്. അന്നഹു ഉശീറ ഫി സൂറത്തി സാബിഖ, നേരത്തെ പറഞ്ഞ മുൻകടന്ന സൂറത്തിന് പിന്നെ സൂചന നൽകിയതിന് ഇലൽ മുഅ്മിനി, മുഅ്മിനിലും മുഅ്മിനിലേക്കും, വൽ കാഫിരി, കാഫിറിലേക്കും, വൽ ജന്നത്തി വന്നാരി, സ്വർഗ നരകങ്ങള്, ഇതിലേക്കൊക്കെ ഒരു സൂചന അതിൽ നൽകിയിട്ടുണ്ട്. ഇജ്മാലൻ. അങ്ങനെ അപ്പോ ബസത്തൽ കലാമു ഫീഹാ ഹുന, ഇവിടെ ആ ഡിസ്കഷൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി കൂടുതൽ വിപുലീകരിച്ച് പറയുന്നുണ്ട് ഈ ആയത്തിൽ. അതാണ് ആയത്ത് 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹല്ലതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തുസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. പിന്നെ ഇനി അതിന്റെ അർത്ഥം വിശദീകരണമൊക്കെ നോക്കാം നമുക്ക്. ശറഹുൽ മുഫ്രദാത്ത്, വാക്കാർത്ഥങ്ങള്. അൽ ഗാശിയ എന്ന് പറഞ്ഞാൽ അൽ ഖിയാമ, യൗമൽ ഖിയാമയെ ആണ് സൂചിപ്പിക്കുന്നത് അൽ ഗാശിയ. കാരണം എന്താ? സുമ്മിയത്ത്, അങ്ങനെ പേര് നൽകപ്പെട്ടു. ബിദാലിക, ഈ അൽ ഗാശിയ എന്ന പേര് നൽകപ്പെട്ടു. ലി അന്നഹ, കാരണം തഗശന്നാസ ബി ശദായിദിഹ, തഗശന്നാസു ജനങ്ങളൊക്കെ ബോധരഹിതരായി തീരും. ബി ശദായിദിഹ വ അഹ്വാലിഹ, അതിന്റെ ഭയങ്കര, അതിന്റെ കാഠിന്യം, അതിന്റെ കഠിനമായ ആ സംഭവങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ സിൽസാലും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ജനങ്ങളൊക്കെ ബോധരഹിതരായി വീഴും. അതുകൊണ്ടാണ് അതിന് അൽ ഗാശിയ എന്നുള്ള, യൗമുൽ ഖിയാമക്ക് അൽ ഗാശിയ എന്നുള്ള പേരും കൂടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാശിയത്തൻ, ഹാശിയത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ദലീലത്തൻ, ദലീലത്തൻ. ഹാശിയത്ത് എന്ന് പറഞ്ഞാല് ഭക്തി, പേടി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ പേടി എങ്ങനെ ഉണ്ടാവണത്? പേടി ഉണ്ടാവുമ്പോ നമ്മളൊരു ദലീലത്ത്, ഒരു താഴ്ന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ വിചാരങ്ങളും ഇതൊക്കെ ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഹാശിയത്തിന് ഇവിടെ ദലീലത്ത് എന്നുള്ള പേര് ഇട്ടത്. ആമിലത്ത്, ആമിലത്ത് എന്ന് പറഞ്ഞാൽ വഖാമിൻഹ അമലുൻ ഫിദ്ദുന്യ. ആമിലത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക, അമല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നർത്ഥം. അപ്പോ ഫിദ്ദുന്യ, ദുന്യാവില് വഖാ മിൻഹ അമലുൻ, അമല് പിന്നെ ചെയ്തിട്ടുണ്ട്, അവര് അമല് ചെയ്തിട്ടുണ്ട്. നാസിബ എന്ന് പറഞ്ഞാൽ തഅബത്തും മിൻ ഖൗലിഹിം നസിബ ഫുലാനുൻ ബിൽ കസ്രി, സ്വാദിന് കസ്റ് കൊണ്ട് നസിബ ഫുലാനുൻ എന്ന് പറഞ്ഞാൽ ഫുലാൻ
ഒരുത്തൻ വളരെ ക്ഷീണിച്ചു എന്നുള്ള അർത്ഥമാണ്. താഴ്ബത്തും മിൻ കൗലിഹിം, അവരുടെ പ്രവർത്തനങ്ങള് അവര് അങ്ങനെ പ്രവർത്തിച്ചിട്ട് അവർ വളരെ ക്ഷീണിതരായിരിക്കുന്നു. ഐ താഴ്ബ തുസ്ലാ മിൻ കൗലിഹിം. പിന്നെ തുസ്ല താഴ്ബ, ഐ താഴ്ബ എന്ന് പറഞ്ഞാൽ നസിബ എന്ന് പറഞ്ഞാല് ഐ താഴ്ബ എന്നുള്ള അർത്ഥം ബുദ്ധിമുട്ടി ക്ഷീണിച്ചു എന്നുള്ളൊക്കെ അർത്ഥമാണ്. താഴ്ബ ഫുലാൻ എന്ന് പറഞ്ഞാല് ഒരുത്തൻ ക്ഷീണിച്ചു എന്നുള്ള അർത്ഥമാണ്. പിന്നെ തുസ്ല എന്ന് പറഞ്ഞാൽ മിൻ കൗലിഹിം സിലൻ നാർ, നാറൻ ഹാമിയ ഐ ഖാസി ഹർഹ, അതിന്റെ ചൂട് ഭയങ്കര കാഠിന്യമേറിയ ചൂട്. ഐ മുത്തനാഹിയത്തൻ ഫിൽ ഹർറി, അങ്ങേയറ്റത്ത് ചൂട്. മിൻ കൗലിഹിം ഹമിയത്തിന്നാർ ഇതസ്തദ്ദ ഹർറുഹ, അങ്ങനെ പറയും. അത് ചൂട് വളരെ കാഠിന്യമേറിയാൽ ഹമിയത്തിന്നാർ എന്ന് പറയും. അങ്ങനെ അപ്പോ അത് വളരെ കാഠിന്യമേറിയ ചൂടിനാണ് ഹാമിയ എന്ന് പറയുന്നത്. പിന്നെ വൽ അയനു, അയനു എന്ന് പറഞ്ഞാൽ എംബോൽ മാ, വെള്ളത്തിന്റെ പുഴകള്, പുഴ. അയന് എന്ന് പറഞ്ഞാല് പുഴ, അയനുൽ മാ, വെള്ളത്തിന്റെ പുഴ. വല്ലാനിയ ശദീദത്തുൽ ഹർ, അതും കാഠിന്യമേറിയ ചൂടിന് തന്നെയാണ് ആനിയ എന്ന് പറഞ്ഞത്. വല്ലരിയ ഷദറുൻ ദു ഷൗക്കിൻ ലാസിഖിൻ ബിൽ അർദ്, ലരിയ എന്ന് പറഞ്ഞാല് ഷജറുൻ, അതൊരു മരം. മരം എന്ന് പറഞ്ഞാൽ മരം അല്ല, അത് ദു ഷൗക്കിൻ ലാസിഖിൻ, അത് ഭൂമിയിലുള്ള ബില്ലാറുള്ളത്, ഭൂമിയിലുള്ള ഒരു 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 ശ്രബ് എന്ന് പറഞ്ഞ ഒരു കുറ്റിച്ചെടി എന്നൊക്കെ പറയില്ലേ, മുള്ളുള്ള കുറ്റിച്ചെടി എന്നൊക്കെ, അതാണ് സാധനം. ഇപ്പൊ ഇതാക്കാൻ റത്തുബൻ, അത് പച്ചയായിരിക്കുമ്പോ, അത് വളരെ ഫ്രഷ് ആയിരിക്കുമ്പോ സുമിയ ബി ഷബറക്ക്, അതിന് ഷബറക്ക് എന്ന് പേര് പറയും. ആ പിന്നെ ആ ലരിയന് ദു ഷൗക്കിൻ ലാസിഖിൻ ബിൽ അർദ് ഇതാക്കാൻ റത്തുബൻ, അത് ഫ്രഷ് ആയിരിക്കുമ്പോ, അത് പച്ചയായിരിക്കുമ്പോ അതിന് ഷബറക്ക് എന്നാണ് പേര്. മാനല്ലായ ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം, അല്ലാത്താകയ മുഹമ്മദ്, ഓ മുഹമ്മദ്, താങ്കൾക്ക് വന്നിട്ടുണ്ടോ ഖബറുൽ ഖിയാമ, ഖിയാമത്തിനെ പറ്റിയുള്ള, യൗമുൽ ഖിയാമ, ഖിയാമത്ത് അന്ത്യദിനത്തെ പറ്റിയുള്ള വിവരം വല്ലതും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലത്തി, എങ്ങനെയുള്ള ദിവസം, തൗസന്നാസു, ജനങ്ങൾ ബോധരഹിതരാകും, ബിഅഹ്വാലിഹ, അതിന്റെ കാഠിന്യം കൊണ്ട്, അതിന്റെ ഭയങ്കരത കൊണ്ട്, അതിന്റെ ശതായുധ കൊണ്ട്, അതിന്റെ ശതായുധിനാൽ, അതിന്റെ ഗാംഭീര്യത്താൽ ജനങ്ങളൊക്കെ ബോധരഹിതരായി വീഴും. അങ്ങനെയുള്ള ആ ദിവസത്തെക്കുറിച്ച്, ആ യൗമുൽ ഖിയാമയെ കുറിച്ച് താങ്കൾക്ക് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? ഇത് ഈ ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ഇതൊരു ഉത്തരം കിട്ടാനുള്ള ഇസ്തിഫാം അല്ല. ഉണ്ടോ എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ആ ഉത്തരം കിട്ടാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇത് ഒരു തമ്പീഹാണ്. നമ്മളെ ഒന്ന് തമ്പീഹാക്കാൻ വേണ്ടി, മുഹമ്മദ് നബിയെ തമ്പീഹാക്കാനല്ല, നമ്മളെ തമ്പീഹാക്കാൻ വേണ്ടി ഉള്ള അള്ളാഹു ചോദിക്കുകയാണ്. ഹല്ലാത്ത യാ മുഹമ്മദ് ഖബറുൽ ഖിയാമ അല്ലത്തി തവസന്നാസ് ബിഅഹ്വാലിഹ വുജൂഹുൽ കുഫാരി, കാഫിരീങ്ങളുടെ മുഖങ്ങളെല്ലാം യൗമൈദിൻ, അന്നേ ദിവസം, ദലീലത്തും ബിൽ അദാബി, ശിക്ഷകളെ കൊണ്ട് വളരെ ദലീലത്തായിരിക്കും, വളരെ നിന്ദ്യത ഉള്ള മുഖങ്ങളായിരിക്കും, പ്രകടിപ്പിക്കുന്ന മുഖങ്ങളായിരിക്കും. കാരണം മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയില്ല, അതുകൊണ്ട് എല്ലാം മുഖത്താണ് പ്രത്യക്ഷപ്പെടുക. മുജിഹിദത്തുൻ, അത് ഓവർ ബർഡൻ ആണ് അവരൊക്കെ, ബിൽ അമലി, അമല് ചെയ്തിട്ട് വളരെയധികം അമല് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തൈബത്തുൻ, അങ്ങനെ അവര് വളരെ ക്ഷീണിതരാണ്. തുസീബുഹ നാറുൻ ഷദീദ തവഹുജു, ഷദീദത്ത് തവഹുജ്, അങ്ങനെ ആ കത്തിയാളുന്ന, ആ പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ ആ കത്തിജ്വലിക്കുന്ന ആ ഭയങ്കര ആ തീയില് അവര് പ്രവേശിക്കും. തുസ്ക, അവിടെ അപ്പൊ ഇവിടെ അമല് അള്ളാഹുവിന് ചെയ്തിട്ടുള്ള അമലുകളൊന്നും അല്ല, അവർ ചെയ്തിട്ടുള്ള അമലുകളൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അവർ വളരെയധികം അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എന്നുള്ള
ആ ആ ഒരു പിന്നെ നിയ്യത്തും അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തുള്ള വിശ്വാസം, അമ്പിയാ മുർസലുകളുടെ വിശ്വാസം, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ആദ്യമായിട്ട് വേണം. അങ്ങനെയൊന്നും ഇല്ലാതെ എന്ത് അമല് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ തുസ്ക അവർക്ക് കുടിപ്പിക്കപ്പെടും മിൻ അയനിൻ ശരീരത്തിൽ ഹറാറത്തി, വളരെ ചൂടേറിയ കഠിന ചൂടുള്ള ആ പുഴകളിൽ നിന്ന്, എംബോൽ വെള്ളത്തിന്റെ പുഴകളിൽ നിന്ന്. ലൈസലി അസ്ഹാബിന്നാരി, നരകത്തിലെ ആളുകൾക്ക് ഇല്ല. ലൈസലി അസ്ഹാബിന്നാരി, നരകത്തിലെ ആളുകൾക്കില്ല. ത്വാമുൻ, ഭക്ഷണമില്ല. ഇല്ലാമിൻ നബത്തിൻ ദീ ഷൗക്കിൻ ലാസിഖിൻ ബില്ലാർളി, ഭൂമിയിലുള്ള ഒരു മുൾച്ചെടിയല്ലാതെ. ഇല്ലാമിൻ നബത്തിൻ ദീ ഷൗക്കിൻ ലാസിഖിൻ ബില്ലാർളി, ഭൂമിയിൽ സാധാരണ കാണപ്പെടുന്ന ആ ഒരു മുൾച്ചെടി പോലെയുള്ള ആ മുൾച്ചെടിയല്ലാതെ. അതിനെന്താണ് അതിന്റെ വിശേഷണങ്ങള്? വഹുവ, ആ മുൾച്ചെടി, മിൻ ശർറി താമി, ഏറ്റവും ചീത്ത, ഏറ്റവും ഷർറായ ഭക്ഷണമാണ്. വാഹ്ബസുഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീത്ത ഭക്ഷണമാണ്. ലാ തുസ്മിനു ബദനു സാഹിബിഹി, അത് ഭക്ഷിക്കുന്നവന്റെ ബദന് തടിക്കില്ല. മിനൽ ഹിസാലി. ഹല്ലത്താക ഹദീസുൽ ഗാശിയ, ഐ ഹൽ ബലാഗൻ നബഉ യൗമൽ ഖിയാമ, ഹൽ ബലാക നബഉ യൗമൽ ഖിയാമ വ അലിംത ഖസസഹു. മുഹമ്മദ് നബിയോട് അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ അത്താക ഹദീസുൽ ഗാശിയ, ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള വല്ല വിവരം താങ്കൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടോ? ഖസസു വ ഇന്നനാസ നുഅലിമുക, നാം നിനക്ക് അത് പറഞ്ഞു തരാം. ഷഹ്നഹുൽ ഖത്തീർ, അതിന്റെ ആ ഭയങ്കരതയെ കുറിച്ച്. വഹാദ ഉസ്ലൂബൻ മിനൽ കലാമി, ഇതൊരു ശൈലിയാണ്. മിനൽ കലാമി, ഭാഷയിലുള്ള ഒരു ശൈലിയാണ്. ലാ യുറാദ് മിൻഹു, ഇതുകൊണ്ട് ഹല്ലത്താക ഹദീസുൽ ഗാശിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഹഖീഖത്തുൽ ഇസ്തിഫാമി, ശരിയായിട്ടുള്ള ഇസ്തിഫാം ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ല അത് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ്? ബൽ യുറാദ് മിൻഹു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഅജീബു സാമി, കേൾക്കുന്നവനെ ഒന്ന് അതിശയിപ്പിക്കുക. മിമ്മാസ യദ്കുർ ബഅദു, ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് വളരെയധികം ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ഉള്ള ഒരു ചോദ്യമാണ്. തസ്വീഖിഹി, അവനെ ആഗ്രഹിപ്പിക്കുക. ലസ്യമായിഹി, ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളെ. തൗജീഹി, അവനെ തിരിക്കുക. ഫിക്രിഹി, അവന്റെ മനസ്സിനെ, അവന്റെ ചിന്തയെ ഒന്ന് തിരിച്ചു വിടായില്ല. അന്നഹു, അത് മിനൽ അഹാദീസി, അത് ചില കാര്യങ്ങളാണ്. അല്ലത്തി, എങ്ങനെയുള്ള കാര്യങ്ങൾ? മിൻ ഹഖിഹ, അത് ആവശ്യമാണ്. തത്തനാഖലഹു റുവാത്തു, അതിന്റെ ആ റിപ്പോർട്ടേഴ്സ് അതിനെ റിപ്പോർട്ട് ചെയ്യല് ആവശ്യമാണ്. അങ്ങനെയുള്ള ആ കാര്യങ്ങളിലേക്ക് അവന്റെ ചിന്തയെ തിരിച്ചുവിടുക. യഹ്ഫദുഹൽ വആത്തു, അങ്ങനെ അതിന്റെ ഇൽമുകളെ സൂക്ഷിക്കുന്ന ആളുകൾ അതിനെ സൂക്ഷിക്കും വേണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ അത് ട്രാൻസ്പോർട്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. സുമ്മ ഫസ്ലു ഷഅ്നി അഹ്ലുൽ മൗഖിഫി, പിന്നെ അഹ്ലുൽ മൗഖിഫിന്റെ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുക. ഫി ദാലിക്കൽ യൗം, അന്നേ ദിവസം. അഹ്ലുൽ മൗഖിഫ് എന്ന് പറഞ്ഞാൽ ആ മഹ്ശറയിലുള്ള ആ അഹ്ലുകാരുടെ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുന്നു. വദക്കറ അന്ന അഹ്ലഹു, അങ്ങനെ അവിടെ ആ മൗഖിഫിലുള്ള അഹ്ല് ആ ആളുകള് ഫരീഖാനി, രണ്ടു വിഭാഗമാണ്. ഫരീഖുൽ കഫറത്തുൽ ഫജറ, ഒരു വിഭാഗം എന്താണ്? കഫറത്തുൽ ഫജറാണ് എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളും അവിശ്വാസികളും തെമ്മാടികളുമായ ആളുകളാണ്. ഫരീഖുൽ മുഅ്മിനീൻ അൽ ബററ, വളരെ ഗുണവാന്മാരായ മുഅ്മിനീങ്ങളാണ് രണ്ടാമത്തെ ഫരീഖ്.
വഖദ് അശാറ ഇലൽ അവലൈനി ബിഖൗലിഹി, ആദ്യത്തെ ആ രണ്ട് വിഭാഗത്ത് കഫറത്തുൽ ഫജറ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലേക്ക് അള്ളാഹു സൂചന നൽകുന്നത് ഏത് ആയത്ത് മുഖേന? വുജൂഹു യൗമഇദിൻ ഖാശിയ എന്നുള്ള ആയത്ത് മുഖേനയാണ്. വുജൂഹു യൗമഇദിൻ ഖാശിയ, അത് ഈ ആദ്യം പറഞ്ഞ കഫറത്തുൽ ഫജറയെ പറ്റിയാണ്. ആ വുജൂഹു യൗമഇദിൻ, അന്നേരം അന്നേ ദിവസം മുഖങ്ങൾ, യൽഹറു അലൈഹ, ആ മുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടും, അൽ ഖിസിയു വൽ ഹവാനു, നിന്ദതയും വളരെ ഒരു നിസ്സഹായതയും ആ മുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടും. മിമ്മാത്തറ തുഷാഹിദ് മിനൽ ഹൗലി, അതിൻ്റെ ആ കൊടൂരത, അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ആ ഭയങ്കരത, ഇതൊക്കെ കാണുമ്പോൾ ആ മുഖങ്ങളിൽ വളരെയധികം നിന്ദതയും വളരെ നിസ്സഹായതയും പ്രകടമാകും എന്നാണ് പറഞ്ഞത്. നഹ്വല്ലായത്ത് ഖൗലുഹു വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. അപ്പോ വേറെ ഒരായത്താണ്, അതുപോലത്തെ വേറെ ആയത്ത് എടുത്തു പറയാണ്. വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം വഖൗലുഹു വതറാഹും യുറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുല്ലി യൻദുറൂന മിൻ തർഫിൻ ഖഫിയ്യ്. അങ്ങനെ ആ രണ്ടായത്തുകൾ അതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഈ വുജൂഹി യൗമഇദിൻ ഖാശിയ എന്നുള്ളതിന്. പിന്നെ വൽ ഖുശൂ വദ്ദിൽ വഇൻ കാന ഫിൽ ഹഖീഖത്തി ലി അർബാബിൽ വുജൂഹി നസബൈലൽ വുജൂഹി ലിമാ കാന അസ്റുഹു യൽഹുറു അലൈഹ. വൽ ഖുശൂ വദ്ദിൽ, ഖുശൂ ദില്ല് എന്നൊക്കെ പറയുന്നത് ഇൻ കാന ഫിൽ ഹഖീഖത്തി, അത് വാസ്തവത്തില് അർബാബിൽ വുജൂഹി, ആ മുഖത്തിന്റെ അഹ്ലുകാർക്കാണെങ്കിലും, ആ മുഖത്തിന്റെ ഉടമകൾക്കാണ് ഈ ദില്ലും ഈ ഖുശൂഉം ഒക്കെ ആണെങ്കിലും, മുഖത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്? നസബയിലൽ വുജൂഹി, വുജൂഹിലേക്ക് അത് ചേർത്ത് പറഞ്ഞത് എന്തുകൊണ്ടാ? കാരണം ലിമാ കാന അസറുഹു, അതിൻ്റെയൊക്കെ ആ അസർ യദ്ഹുറു അലൈഹ, മുഖത്താണ് പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ടാണ് ഈ മുഖത്തെ എടുത്ത് പറഞ്ഞത് എന്നാണ് പറയുന്നത്. പിന്നെ സുമ്മ വസഫൽ വുജൂഹ ബി സിഫാത്തിൻ ഉഖറ, പിന്നെ വേറൊരു സിഫത്ത് കൊണ്ട് മുഖങ്ങളെ പറ്റി പറഞ്ഞിട്ട് എന്താണ്? ഫഖാല ആമിലത്തുൻ നാസിബ, ആമിലത്തുൻ നാസിബാണ്. ആമിലത്തുൻ വുജൂഹു യൗമഇദിൻ ഖാശിയ, ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞു. ഐ ഇന്ന ഹൗലായിൽ കുഫാർ, ഈ കുഫാറായ ആളുകള്, കാഫിരീങ്ങള്, കാനു അവരായിരുന്നു, ഫി ഹയാത്തിഹിം ദുന്യ, ദുന്യാവില് അവരായിരുന്നു, യഅമലൂന അവര് അമൽ ചെയ്യുന്നവരായിരുന്നു, യജ്തഹിദൂന ഫി അമാലിഹിം അവരുടെ അമലുകളിൽ അവർ വളരെയധികം പരിശ്രമിക്കുന്നവരുമായിരുന്നു. ലാക്കിൻ ലം യതഖബ്ബൽഹാ റബ്ബുഹും, എന്നാൽ അവരുടെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ലിഅന്നഹും, കാരണം ലം യുഖദ്ദിമു അലൈഹൽ ഈമാൻ ബില്ലാഹി വറസൂലിഹി, ആ അമലുകൾ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അള്ളാഹുവിലോ റസൂലിലോ, അള്ളാഹുവിലും റസൂലിനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ അമലുകൾ സ്വീകരിക്കാതിരുന്നത്. അപ്പോൾ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ആദ്യം അള്ളാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ, ഈമാൻ കാര്യങ്ങളിൽ എല്ലാം തറായി ശരിയായിട്ടുള്ള വിശ്വാസം വേണം. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതനില്ല എന്നുള്ള വിശ്വാസവും അതിനനുസരിച്ചുള്ള ജീവിതവും ആവണം. അതിനുശേഷമേ അമലുകൾക്ക്, മറ്റുള്ള അമലുകൾക്ക് പ്രാധാന്യമുള്ളൂ. അപ്പോഴേ അതൊക്കെ സ്വീകരിക്കുള്ളൂ എന്ന്. കാരണം വഹുവ ദഅാമത്തുൽ ഊലാ ഫീ ഖബൂലിൽ അമലി ഇൻദഹു, കാരണം അള്ളാഹുവിന്റെ അടുക്കല് അമലുകളെ സ്വീകരിക്കണമെങ്കിലുള്ള ഒരു ഉപാധി, ആദ്യത്തെ ഉപാധിയാണ് എന്ത്? ഈ വിശ്വാസം എന്ന് പറയുന്നത്. വലിയന്നഹും, കാരണം ലയഖ്സുദു അവര് ഉദ്ദേശിച്ചിട്ടില്ല, ബിഹാ അമലുകളെ കൊണ്ട്, വജ്ഹഹു തആല അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചല്ല അവർ ഈ അമലുകളൊന്നും ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ അമലുകൾ സ്വീകരിക്കാതിരുന്നത്. വലിയ അന്നഹും കാനു, അവര് യജ്തഹിദൂന ഫീ മശാഖത്തില്ലാഹി,
വറസൂലിഹി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നതിലാണ് അവരുടെ പരിശ്രമങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. വയസ്അന ഫിൽ അർളി ഫസാദ, അങ്ങനെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാനും അവർ വളരെയധികം പരിശ്രമിച്ചു. അതുകൊണ്ടൊക്കെയാണ് അവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാതിരുന്നത്. പിന്നെ അപ്പൊ അതിന്റെ മൊത്തം അൽ ഖുലാസ, ഇന്ന ഹാവുലായിൽ കുഫാർ, കാഫിരീങ്ങളായ ജനങ്ങൾ, വഖഅമിൻഹും അവരിൽ നിന്ന് സംഭവിച്ച ദുന്യാവിലെ അമല് സംഭവിച്ചു, അവരെ അമല് ചെയ്തിട്ടുണ്ട് ദുന്യാവിൽ. വസാബഹും ഫീഹി തഅബും വനസബുൻ, അങ്ങനെ അമല് ചെയ്തിട്ട് അവർ വളരെ ക്ഷീണിതരാണ്, വളരെ അങ്ങനെ അമല് ചെയ്തിട്ടുണ്ട്. ലാകിന്നഹും അതിലം യസ്തഫീദു മിൻഹു ഷൈഅൻ, അതൊന്നും ഒരു കാര്യത്തിനും അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്ന്. ഫാസാറൽ ഹൈബത്ത വഹുബൂത്തൽ അമലി ബാദിയത്തിൻ അലാ വുജൂഹിഹിം, അങ്ങനെ ഈ ഹൈബത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതാവുക, ആ ഹൈബത്ത് വഹുബൂത്തുൽ അമലുകളൊക്കെ പൊളിഞ്ഞു പോവുക, അത് ബാദിയത്തിൻ അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളില് അത് പ്രതിഫലിച്ച് കാണാം എന്ന് ആണ്. തുമ്മദക്കറ, പിന്നെ പറഞ്ഞു ജസാഅഹാ ഫീ ഹാദൽ യൗമി, അതിന്റെ ഈ ദിവസം അതിന്റെ പ്രതിഫലത്തെ പറ്റി പറഞ്ഞു. ഫഖാല തുസ്ലാ നാറൻ ഹാമിയ, അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് തുസ്ലാ നാറൻ ഹാമിയ എന്ന് പറഞ്ഞത്. ഐ ഹാദിഹിൽ വുജൂഹു തുഖാസി ഹർറൻ നാരി വതുഅദ്ദബു ബിഹാ, അങ്ങനെ അവര് നരകത്തിന്റെ ആ ചൂട് കൊണ്ട് അവരെ വളരെയധികം ശിക്ഷിക്കപ്പെടും, അവര് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ലഅന്ന അഅമാലഹ, കാരണം അവരുടെ അമലുകൾ ദുന്യാവിൽ കാനത്ത് ഹാസിറത്തൻ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആ വിശ്വാസമില്ലാതെ ചെയ്ത അമലുകളൊക്കെ അവരുടെ നഷ്ടപ്പെട്ടു പോയി. ഓലബഹ ഷർറു, അങ്ങനെ ഷർറ് അവർക്ക് അധികമായി പോയി. നന്മ കുറച്ചും ഈ നന്മകളൊന്നും ഈ ചെയ്തതൊന്നും അള്ളാഹു സ്വീകരിക്കുന്നത് ആവാത്തത് കൊണ്ട് അവരുടെ ഷർറ് ഓലബഹ ഷർറ് അധികരിച്ചു പോയി. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. വജാനബഹൽ ഖൈർ, അങ്ങനെ ഖൈറ്, ജാനബ എന്ന് പറഞ്ഞാല് ജന്നബ എന്ന് പറഞ്ഞാൽ സൈഡ്, പാർശ്വവൽക്കരിച്ചു, അങ്ങനെ ഹയറിനെ ഒരു സൈഡിലേക്ക് ഇട്ടു എന്നുള്ള അർത്ഥം. അങ്ങനെ ഷർറ് അധികരിച്ചു പോയി. വഹാദിഹിന്നാറുൽ ഹാമിയ, ഈ കാഠിന്യമേറിയ ഈ ചൂട് കൂടിയ ഈ നരകം, ലാ നാരിഫു കുൻഹുഹ, അതിന്റെ കുൻഹത്തിന്, അതിന്റെ രൂപത്തെ പറ്റി ഒന്നും നമ്മൾ അറിയില്ല. വലാക്കിൻ, എന്നാലും അലൈനാ നുഅ്മിന ബിഹ, അതിനെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. വലാക്കിൻ അലൈനാ നുഅ്മിന ബിഹ, അതുകൊണ്ട് ആ നരകം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. ബി അന്ന ഹുലഫാ അൽ ബാത്തിലി, ഇവിടെ പിന്നെ ബാത്തിലിന്റെ ഹുലഫാ അലൈസ്, ബാത്തിലിന്റെ ആളുകൾ, ബാത്തിൽ എന്ന് പറഞ്ഞാല് ഫാൾസ്ഹുഡിന്റെ ആളുകൾ, ചീത്ത കാര്യങ്ങള് ചെയ്യുന്ന ആളുകൾ, യസ്ലൗനഹ, അവരാ നരകത്തിലേക്ക് എത്തും, നരകത്തിൽ അവരെ ഇടും എന്നുള്ള അർത്ഥമാണ്. തുസ്കാമിൻ ഐനിൻ ആനിയ, അവരെ ആനിയ എന്ന് പറഞ്ഞാൽ ആ ചൂടേറിയ വളരെ ശക്തിയായ ചൂടുള്ള ആ വെള്ളം അവരെ കുടിപ്പിക്കും. ഇന്ന അഹ്ലന്നാരി, നരകാവകാശികൾ, ഇതാ അത്തസു, അവർക്ക് ദാഹിച്ചാൽ ഫി തിൽക്കദ്ദാരി, അവിടെ തിൽക്കദ്ദാരി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ എന്ന് പറഞ്ഞാല് പരലോകത്ത്, തൊലബുമാ യുത്ഫിയോ അത്തുസഹും തൊലബു, അങ്ങനെ അവര് തൊലബു എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെടും, മാ യുത്ഫിയോ അത്തുസഹും, അവരുടെ ദാഹം ശമിപ്പിക്കാനുള്ള അതിനെ അവർ ആവശ്യപ്പെടും. അപ്പോ ജി അലഹും, അവർക്ക് ജി അലഹും, ജി അ ബി എന്നാണ് കൊണ്ടുവരിക എന്നുള്ള അർത്ഥം. ജി അ ബി കൊണ്ടുവരപ്പെടും. ജി അലഹും ബി മാ ഇൻ, അവർക്ക് വെള്ളം കൊണ്ടുവരപ്പെടും. മിൻ യംബോയിൻ, പുഴകളിൽ നിന്നുള്ള, ബലഗ മിനൽ ഹറാറത്തി ഗായത്തുഹ,
അതിന്റെ അങ്ങേയറ്റത്തെ ചൂട് ഉള്ള വെള്ളം കൊണ്ടുവരപ്പെടും. അങ്ങനെ ഫഹുവ ലാ യുത്ഫിഉ ലഹബൻ, അത് അവരുടെ ലഹബൻ എന്ന് പറഞ്ഞാല് അഗ്നിനാളം എന്നൊക്കെയാണ്. അഗ്നിനാളത്തെയോ അല്ലെങ്കിൽ അവരുടെ ദാഹത്തെയോ ശമിപ്പിക്കുകയില്ല. വല യങ്കോ ഇല്ലത്തൻ വബഅദ ശറാബഹും, അങ്ങനെ അവരുടെ ഷറാബിനെ പറ്റി പറഞ്ഞതിന് ശേഷം അർദ്ധഫഹു ഫോളോ, അങ്ങനെ പിന്നെ പറഞ്ഞത് ബി വസ്ഫി താമിഹിം, അവരുടെ ഭക്ഷണത്തിന്റെ അതിനെ പറ്റി ലൈസലഹും താമുൻ ഇല്ലാമിൻ ലരിയ, ലരിയ അല്ലാതെ അവർക്ക് വേറെ ഭക്ഷണമില്ല. കാരണം അതായത് ഇന്നഹും ഇതാ അഹസുൽ ബിൽ ജൂഅി, അവർ വിശപ്പ് അവർക്ക് അനുഭവപ്പെട്ടാൽ തൊലബു, അവര് ആവശ്യപ്പെടുകയും ചെയ്തു അത്താമ, ഭക്ഷണം. അപ്പൊ വിശപ്പ് അനുഭവപ്പെടുമ്പോ അവർ ഭക്ഷണം ആവശ്യപ്പെടും. അങ്ങനെ വരുമ്പോ അത്താലഹും ബിൽ ലരിയായി, ലരിയാണ് അവർക്ക് കൊടുക്കുക. ലരിയ എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ ദാലിക്കൽ മറാസു, വളരെ ചീത്ത ഒരു 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 മറ, മറാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചണ്ടിയാണ്, ഒരു ഒരു ബുഷാണ്, ഒരു പിന്നെ കുറ്റിച്ചെടിയാണ്. അല്ലദീ ലാ തഅഖദു അലൈഹി അസ്സായിമത്തു ഷഹ്മൻ വലാ ലഹ്മൻ. സായിമത്ത് എന്ന് പറഞ്ഞാൽ മേഞ്ഞ് തിന്നുന്ന മൃഗങ്ങള്, അത് തിന്നാല് അവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ലഹം, ഇത് ഇറച്ചി വെക്കില്ല, ഒരു കൊഴുപ്പുണ്ടാവില്ല, അങ്ങനെ ഒരു ഗുണം ഉണ്ടാവില്ല എന്ന്. പിന്നെ വൈല്ലം തുഫാരിഖുഹു, ആ മൃഗങ്ങള് അതിനെ വിട്ട് മറ്റൊന്നിലേക്ക് ഇലാ വൈരിഹി, മറ്റൊരു സാധനം തിന്നാൻ പോയില്ലെങ്കില് സാത്ത് ഹാലുഹ, അവരുടെ സ്ഥിതിയൊക്കെ വളരെ മോശമായി തീരും. അവർ വേഗം ചത്തുപോകും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വിറ്റാമിൻ, ഒരു നറിഷ്മെന്റ്, ഒരു പിന്നെ പോഷകാഹാരം ഒന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ ലരിയ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ലരിയ, അപ്പോ ഇത് പിന്നെ പരലോകത്ത് ഇപ്പൊ നമുക്ക് പിന്നെ അങ്ങനെ തടി വെക്കുക, അങ്ങനെ അങ്ങനത്തെ ഭക്ഷണങ്ങള് അതൊന്നും അല്ല ഇവിടെ. പക്ഷെ അത്രയും മോശമായ ഒരു സ്ഥിതി വിശേഷം ആയിരിക്കും നമ്മുടെ. ദാഹിച്ചാലോ ഭക്ഷണമോ അങ്ങനെ ഒന്നും പിന്നെ കാഫര്യങ്ങളായ ജനങ്ങൾക്ക്. വൽ മുറാദ് ബിഹാദാ കുല്ലി, ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശം? അന്നഹു യൂത്താലഹും ബിറദീ താമി, അവർക്ക് വളരെ ഇതായിട്ടുള്ള റദീത്താം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഭക്ഷണമാണ് അവർക്കൊക്കെ കൊടുക്കുക എന്നാണ് അതിന്റെ. സുമ്മ വസഫഹാദ ലരിയ, പിന്നെ ഈ ലരിയനെ പറ്റി പറഞ്ഞത് എന്താ? ബിഅന്നഹു ലാ യുജ്ദ വലാ യുഫീദു, അങ്ങനെ ഒരു ഒരു ഗുണം ചെയ്യാത്തത്. ലാ യുസ്മിൻ വലാ യുഗ്നി മിൻ ജൂ, ഇന്ന ത്വാമ ലാ യദ്ഫഉ ജൂഅൻ, വിശപ്പിനെ തടുക്കില്ല. വലാ യുഫീദു സമനൻ ഫലൈസ ലഹു ഖാഇദത്തു ത്വാമി അല്ലത്തി ലിഅജ്ലിഹാ യുഅക്കലു ഫി ദുനിയ ഫായിദത്തു താമി ഫലൈസ ലഹു, അങ്ങനെ ഫായിദത്തു താമി, ഭക്ഷണം കൊണ്ട് ഒരു ഫായിദയില്ല. അല്ലത്തി ലിഅജ്ലിഹാ യുഅക്കലു ഫി ദുനിയ, ദുനിയാവിൽ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണമില്ല. അങ്ങനത്തെ വഖദ് സമ്മല്ലാഹു ദാലിക താമ, ഈ താമിന് അള്ളാഹു പേര് വെച്ചെന്ന് ബില്ലരിയ, ലരിയ എന്ന് പേര് വെച്ചു. തസ്ബീഹൻ ലഹു, അതിനെ തസ്ബീഹാക്കിക്കൊണ്ട്. അങ്ങനെയുള്ള ആ ദുന്യാവില് ഒരു ഒരു ഉപകാരമില്ലാത്ത ഒരു ഒരു സാധനത്തിനോട് ഉപമിച്ചുകൊണ്ട്. ഇല്ല ദാലിക്കൽ ആലമു ലൈസ ഫീഹി നുമൂവൻ, ഇനി പറയണത് എന്താ? ദാലിക്കൽ ആലമു, ആ ലോകം എന്ന് പറഞ്ഞാൽ പരലോകം, ലൈസ ഫീഹി, അവിടെ ഇല്ല, നുമൂവൻ, വളർച്ചയില്ല. നുമൂവു അബദാനിൻ, ശരീരത്തിന്റെ വളർച്ച ഒന്നും അവിടെ ഇല്ല. വല തുഹല്ലിലു മവാദുൻ അലൻ നഹ്വില്ലദീ യകൂനു ഫി ദുനിയ, ദുന്യാവിലുള്ളത് പോലെ മെറ്റീരിയൽസിനെ, സാധനങ്ങളെ അങ്ങനെ ഹല്ല് ചെയ്യുക, അങ്ങനെയുള്ള ദഹിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല.
അപ്പൊ ദുന്യാവിലുള്ളത് പോലത്തെ ഒരു കാര്യം അവിടെ ഇല്ല. ഭക്ഷണം കഴിച്ച് ശരീരം വളരെ ആ, പിന്നെ വളർച്ച ഉണ്ടാവുക, അതുപോലെ കുംഭവയറുണ്ടാവുക, അങ്ങനെയുള്ള കാര്യമൊന്നും അവിടെ ഇല്ല. പിന്നെന്താ? ബൽ എന്നാൽ ഹുവ ആലമു ഹുലൂദിൻ വ ബഖായിൻ, അത് എന്നെന്നും ശേഷിക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരു ലോകാണ്. അവിടെ മരണമില്ല. അതാണ് ഒരു കാര്യം. ഹുലൂദ് വ ബഖായ്. വൽ ലദായിദു ഫീഹി, അവിടുത്തെ ലദായിദ് എന്ന് പറഞ്ഞാല് അവിടുത്തെ എന്റർടൈൻമെന്റ്, അവിടുത്തെ രുചികളൊക്കെ ലദായിദു സആദത്തിൻ, വളരെ സആദത്തിന്റെ രുചികളാണ്. വളരെ വിജയിച്ച ആളുകളുടെ എന്റർടൈൻമെന്റ് ആണ്, രുചികളാണ്. പിന്നെ വല്ല ആലാമു, വേദനകൾ എന്ന് പറഞ്ഞാല് ആലാമു ഷക്കായ്, പരാജയ ബൈനഹു വ ബൈന മാഫി ആലമിന നൗൻ മുശാബഹത്തുൻ, ഒരു സാദൃശ്യം ഉണ്ടാവും ആ കാര്യങ്ങൾക്കൊക്കെ. ഈ ഇവിടുത്തെ ഈ കാര്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ തമ്മിൽ ഒരു സാദൃശ്യം ഉണ്ടാവും. ലത്തിഫാക്ക വല മജാനിസ, എന്നാൽ ലത്തിഫാക്ക ഒന്നിനും ഒരു അതേപോലെ എന്നുള്ള ഒരു യോജിപ്പ് ഉണ്ടാവില്ല, ഒരു അഗ്രിമെന്റ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ അതാണ് ഇത് എന്നുള്ള ഇതില്ല. വല മജാനിസ, മജാനിസ എന്ന് പറഞ്ഞാല് സെയിംനെസ് ഉണ്ടാവില്ല. ഒരു അതാണ് മജാനിസ് എന്ന് പറഞ്ഞാല് ജിൻസിൽ നിന്നുള്ളതാണ്. അപ്പൊ ആ മജാനിസ് ഉണ്ടാവില്ല. വഖദ് ജാ ഫി സൂറത്തുൽ ഹാക്ക, ഹാക്ക സൂറത്തുൽ ഹാക്കയിൽ വന്നിട്ടുണ്ട്. ഫി തആമിൽ കാഫിരീൻ, കാഫിരിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച്. വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ വന്നിട്ടുണ്ട്. പിന്നെ വഫി സൂറത്തിൽ വാക്കിയ, വാക്കിയയില് പിന്നെ അപ്പൊ ഹാക്കയില് വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ വഫി സൂറത്തിൽ വാക്കിയ, വാക്കിയയിൽ വന്നിട്ട് സുമ്മ ഇന്നക്കും അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ ലആകിലൂന മിൻ ശജറിൻ മിൻ സഖൂം, ആ ആയത്ത് വന്നിട്ടുണ്ട്. വഫി സൂറത്തി ദുഹാൻ, ദുഹാനിൽ വന്നിട്ടുണ്ട് ഇന്ന ശജറത്ത സഖൂമി തആമുൽ അസീം. ഇതൊക്കെ ഇതിനോട് യോജിച്ച ആയത്തുകളാണ്. ഫഹാദ കുല്ലുഹു, അപ്പൊ ഇതെല്ലതും, ഈ ആയത്തുകളെല്ലാം യദുല്ലു, അത് അറിയിക്കുന്നു, അല അന്ന ത്വാമൻ നാരി, നരകത്തിലെ ഭക്ഷണം ശൈഉൻ യുവാഫിഖുൻ നസ്അത്തൽ ആഖിറ, അത് ആഖിറത്തിന് പറ്റിയ ഭക്ഷണം തന്നെയാണ്, ആഖിറത്തിന് പറ്റിയ ഭക്ഷണം തന്നെയാണെന്ന് അതൊക്കെ അറിയിക്കുന്നുണ്ട്. അബ്റാൻഹു ബി ഇബാറത്തിൻ മുഖ്തലിഫത്തിൻ, അബ്റാൻഹു അതിന് ഇബാറത്ത് ചെയ്ത് ബി ഇബാറാത്തിൻ മുഖ്തലിഫത്തിൻ, വളരെ ഭിന്നങ്ങളായ ഇബാറത്തുകൾ കൊണ്ട് അതിനെ പറഞ്ഞിട്ടുണ്ട്. ലിയുസവ്വിറ ഫി അദ്ഹാനിന, നമ്മളുടെ ഹൃദയങ്ങളിൽ അതിനൊരു രൂപം കാണിക്കാൻ വേണ്ടി. ബിശാഅത്ത് ഫി അദ്ഹാനിന ബിശാഅത്തഹു വ ഖുബ്സഹു, അതിന്റെ ആ പിന്നെ അത് അത്ര ചീത്തയാണെന്നുള്ള അതിന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ കാണിക്കാൻ വേണ്ടി, വരുത്താൻ വേണ്ടി, രൂപപ്പെടുത്താൻ വേണ്ടി. ലി തുനഫിറ മിൻഹു നുഫൂസന, നമ്മളുടെ ശരീരങ്ങളെ അതിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയും. അപ്പോ ഇതൊക്കെ അറിഞ്ഞാൽ നമ്മള് സ്വയം ഒന്ന്, നമ്മൾ ഇതുവരെ ജീവിച്ചിരുന്ന ജീവിതത്തിൽ നിന്ന് നമ്മളെ ഒരു തിരുത്തൽ വരും. അപ്പൊ അതാണ് ലി തുനഫിറ മിൻഹു നുഫൂസന, നുഫൂസന നമ്മുടെ ശരീരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയും. വതത്ലുബു കുല്ലു വസീലത്തിൽ ലിൽ ഫിറാർ മിൻഹു, വതത്ലുബു അങ്ങനെ ആവശ്യപ്പെടുക, കുല്ല വസീലത്തിന് അന്വേഷിക്കുക, എല്ലാ മാർഗങ്ങളും, ലിൽ ഫിറാർ മിൻഹു അതിൽ നിന്ന് ഓടി പോകാൻ, അതിൽ നിന്ന് ഓടാനുള്ള ഒരു എല്ലാ വസീല, എല്ലാ വഴികളെയും നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഫതബ്തഇദു അനിൽ ഹഖായിഖ്, ഫതബ്തഇദു അനിൽ അഖായിദിൽ ഫാസിദ, അങ്ങനെ നീ അഖായിദുൽ ഫാസിദയിൽ നിന്ന് നീ വിദൂരത്താകും.
അതായത് പിഴച്ച വിശ്വാസത്തിൽ നിന്ന് പിഴച്ച വിശ്വാസത്തെ തൊട്ട് നിനക്ക് ദൂരത്താവാൻ സാധിക്കും. വൽ അമാലുൽ ഖാസിറ, അങ്ങനെ നഷ്ടപ്പെട്ട ആ അമലുകളെ തൊട്ടും നിനക്ക് രക്ഷ നേടാൻ സാധിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒക്കെ ഉദ്ദേശം. അപ്പൊ അത് നരകത്തിലേക്കുള്ള ആളുകളാവാതെ സ്വർഗത്തിലേക്കുള്ള ആളുകളാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഖുലാസ, ആകത്തുക. അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.